പൊൻതീരം കേട്ടിട്ടുണ്ടോ? നല്ല പേര് പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് പോയിരുന്ന് ഇത്തിരി കാറ്റൊക്കെ കൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ മണർകാട് നിന്ന് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തിരുവഞ്ചൂരിൽ നിന്ന് കോട്ടയത്തിന് ഷോർട്ട് കട്ട് ഉണ്ട്. അതുവഴി ചെല്ലുമ്പോഴത്തേക്കും ഒരു കിലോമീറ്റർ ദൂരമുണ്ട്. 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു പാലമുണ്ട്. ആ പാലം കയറി കഴിയുമ്പോഴേ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഒരു സൈഡിൽ പാടവും ഒരു സൈഡിൽ പുഴയൊക്കെ ആയിട്ട് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു നടപ്പാതയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ ഇറങ്ങി നടക്കാം. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരു സൈഡിൽ പുഴയുണ്ട്. ഈ പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഒരു വള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വള്ളത്തിൽ കയറി നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേരാറുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും ഒരു സന്തോഷം കിട്ടുന്ന ഒരു സമയം. വെയിലൊക്കെ മാറിയിട്ട് കാറ്റൊക്കെ ഏറ്റ് കുറേ സമയത്തിൽ നടക്കുന്നും ഇരുന്നും പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഒരു തട്ടുകട സെറ്റപ്പാണ് കേട്ടോ. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിലെ കാറ്റൊക്കെ ആസ്വദിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനും കുടുംബമായിട്ടോ അതല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അതല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ കൂടി വന്നിരിക്കാനായിട്ട് മനസ്സിന് ശാന്തത കിട്ടുന്ന ഒരു നല്ല ഒരു സ്ഥലമാണിത്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ അധികം വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അത് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെല്ലുന്നവർ ശ്രദ്ധിക്കുക, അവിടെ മലിനമാക്കരുത്. ഇപ്പം വളരെ സുന്ദരമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേസ്റ്റുകളും അങ്ങനെയുള്ള കച്ചറ സാധനങ്ങളൊന്നും അവിടെ ഇട്ടിരുന്നു. അത് എല്ലാവരും പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈകുന്നേരങ്ങളിൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ പ്രവേശന ഫീസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാണെങ്കിലും എല്ലാവരും പൊൻതീരത്തേക്ക് വരിക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, പ്രകൃതിക്ക് മോശമായിട്ടൊന്നും സംഭവിപ്പിക്കാതെ തിരിച്ചു പോരുക. താങ്ക്